തൃക്കഴലിണയോടങ്ങു ചേരുവാൻ തൃക്കൺ പാർത്തനുഗ്രഹിച്ചിടണേ. ആദിത്യ ഭഗവാനെ വണങ്ങിടുന്നേ ഞാൻ. നഗരങ്ങളും ഗ്രാമങ്ങളും ആശ്രമങ്ങളും പർവ്വതങ്ങളും നദികളും അസംഖ്യമുണ്ട്. എന്നാൽ അവയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നഗരം, ഗ്രാമം, ആശ്രമം, പർവ്വതം ഏതാണ്? യുധിഷ്ഠിര, പണ്ടൊരിക്കൽ ഒരു സിദ്ധൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. അതൊരു വ്യവസ്ഥയില്ല, അങ്ങനെ ഒരു സ്ഥലത്തു നിന്നൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു സിദ്ധൻ രാത്രിയായ എവിടെങ്കിലും കഴിച്ചു കൂട്ടും, പ്രഭാതമായ അവിടുന്ന് എനിക്ക് നടക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം ഒരു കൽപ്പണിക്കാരൻ്റെ വീട്ടിൽ എത്തിപ്പെട്ടു. അന്ന് അവിടെ താമസം. പിറ്റേന്ന് സിദ്ധൻ യാത്ര പുറപ്പെട്ടപ്പോൾ ആ കൽപ്പണിക്കാരൻ ചോദിച്ച ഇതേ ചോദ്യം തന്നെയാണ്. അപ്പോൾ സിദ്ധൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഏത് രാജ്യത്തിൻ്റെ നടുവിൽ കൂടി പാവന തീർത്ഥമായ ഗംഗ ഒഴുകുന്നുവോ ആ ഗ്രാമം, ആ പട്ടണം, ആ പർവ്വതം, ആ ആശ്രമം, അതാണ് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം. ഗംഗയുടെ മഹത്വം അപാരമാണ്. അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഗംഗയുടെ ഇരു കരകളിലുമുള്ള ഗ്രാമങ്ങളും പട്ടണങ്ങളും വൃക്ഷങ്ങളും ശിലകളും എന്ന് വേണ്ട മൺതരികൾ കൂടി അത്യന്തം ശ്രേഷ്ഠമാണ്. ഗംഗയിൽ നിന്നും വരുന്ന കാറ്റ് തട്ടിയാൽ തന്നെ ഒരാളുടെ എല്ലാ ദുരിതങ്ങളും നശിക്കും. ആ സ്ഥിതിക്ക് ഗംഗാ തീരത്ത് താമസിക്കുകയോ ഗംഗയിൽ സ്നാനം ചെയ്യുകയോ അങ്ങനെ ചെയ്യുന്നവരുടെ പുണ്യം അപാരമാണെന്ന് പറയാതിരിക്കാൻ തരല്ല. ഗംഗയുടെ കീർത്തനം, ഉപാസനം അങ്ങനെയുള്ളതൊക്കെ പാപഹരങ്ങളാണ്. ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട് മരണം സംഭവിക്കുന്നവർക്ക് സ്വർഗപ്രാപ്തിക്ക് യാതൊരു തടസ്സമില്ല. ഗംഗയുടെ മാഹാത്മ്യം വാക്കുകൊണ്ട് പറയാവുന്നതോ വാക്കുകൊണ്ട് ഒതുക്കാവുന്നതോ അല്ല എന്ന് ഭാഗീരഥിയുടെ മഹിമയൊക്കെ പറഞ്ഞിട്ട് സിദ്ധൻ അവിടുന്ന് പോയി. പിതാമഹ, ആരെല്ലാമാണ് ഏറ്റവും പൂജ്യരായവർ? ആരെയൊക്കെയാണ് നമ്മൾ പൂജിക്കേണ്ടത്? ഒരിക്കൽ നാരദ മഹർഷി അനേകം ബ്രാഹ്മണരെ ഇരുത്തി പൂജിച്ച് നമസ്കരിക്കുന്നത് വാസുദേവൻ കണ്ടു. അപ്പോൾ അദ്ദേഹം, അങ്ങ് ആരെയാണ് ഈ പൂജിച്ച് നമസ്കരിക്കണത്? വാസ്തവത്തിൽ അവരല്ലേ അങ്ങയെ പൂജിച്ച് നമസ്കരിക്കേണ്ടവരെന്ന് വാസുദേവൻ ചോദിച്ചു. അപ്പം നാരദൻ പറയാണ്: യാദവശ്രേഷ്ഠ, വരുണൻ, അഗ്നി, ആദിത്യൻ, ചന്ദ്രൻ, ബൃഹസ്പതി അങ്ങനെയുള്ള ദേവശ്രേഷ്ഠന്മാരെ യജിക്കുകയും നമിക്കുകയും ചെയ്യുന്നവരെയൊക്കെ ഞാനും നമസ്കരിക്കുന്നു. ശരിയായ വേദോക്ത കർമ്മങ്ങളെ നിർവഹിക്കുക, ആചരിക്കുക, വേദാധ്യാപനം നടത്തുക, വേദോക്ത കർമ്മങ്ങളെ ആചരിക്കുക, ആയുഷ്കാലം മുഴുവൻ അതിനുവേണ്ടി ഒഴിഞ്ഞു വച്ച് തപസ്സികളായിട്ട് ജീവിക്കുക, പിതൃക്കളെ ശരിയാവണ്ണം യജിക്കുക, അതിഥികളെ സൽക്കരിക്കുക, സഹജീവികളിൽ കാരുണ്യവും ക്ഷമയും വളർത്തുക, അങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത് എന്ന് നാരദൻ പറയേണ്ടായിട്ടുണ്ട്. പിതാമഹ, അഭയം കൊടുത്ത ജീവിയെ രക്ഷിക്കേണ്ടതായിട്ടുള്ള കടമ രാജാവിനുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലപ്രാപ്തി എന്തായിരിക്കും? യുധിഷ്ഠിര, എല്ലാവരെയും രക്ഷിക്കേണ്ട ചുമതല രാജാവിനുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വളരെ വലിയ ഫലാനുഭൂതി രാജാവിന് ഉണ്ടാവുകയും ചെയ്യും. പണ്ട് ഉശീരപുത്രനായിട്ട് ശിബി എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ക്ഷാത്രധർമ്മത്തെ തെറ്റുകൂടാതെ പരിപാലിച്ചിരുന്ന ഒരു മഹാനുഭാവൻ. ഒരു ദിവസം രാജാവ് അരമനയുടെ മുൻഭാഗത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഭയചകിതനായ ഒരു പ്രാവ് വന്ന് രാജാവിൻ്റെ മടിയിൽ ഇരിക്കുണ്ടായി. ഒരു നിമിഷം താമസിച്ചില്ല, അപ്പോഴത്തേക്കും അവിടെ ഒരു പരുന്തും പറന്ന് വന്നെത്തി. ഇത് എൻ്റെ ഇരയാണ്, ഞാൻ വിശപ്പ് കൊണ്ട് ആർത്തനായിരിക്കുകയാണ്, അതുകൊണ്ട് ആ പ്രാവിനെ എനിക്ക് വിട്ടുതരുമോ എന്ന് പറഞ്ഞു. ഈ സാധു പ്രാവ് എന്നിൽ അഭയം പ്രാപിച്ചതാണ്, അതുകൊണ്ട് അതിനെ വിട്ടുതരാൻ യാതൊരു നിർവാഹവും ഇല്ല എന്ന് ശിബി തിരിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കുന്നതിൻ്റെ പാപം അങ്ങക്ക് ഏൽക്കേണ്ടി വരില്ലേ എന്നായി പരുന്ത്. അപ്പം രാജാവ് പറഞ്ഞു, സാരില്ല, ഞാൻ വേറെ ഏതെങ്കിലും ഒരു ജീവിയെ വിട്ടു തരാം. ഏയ്, അതൊന്നും പറ്റില്ല, ഈ പ്രാവ് തന്നെ വേണം എനിക്ക്. അങ്ങക്ക് ഈ പ്രാവിനോട് അത്രത്തോളം സ്നേഹമാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഈ പ്രാവിനോളം തൂക്കമുള്ള മാംസം അങ്ങയുടെ ദേഹത്തുനിന്ന് മുറിച്ചു തരുമോ എന്ന് പരുന്ത് പറഞ്ഞു. പരുന്ത് പറയുന്നത് ശരിയാണ്, അതിനെ പട്ടിണി കിട്ട് കൊല്ലാൻ പറ്റില്ല. വേറൊരു ജീവിയാണെങ്കിൽ സ്വീകരിക്കാൻ അവൻ തയ്യാറുമല്ല. ശരി, തൻ്റെ ദേഹത്തുനിന്ന് തന്നെ മാംസം മുറിച്ചു കൊടുത്തു കളയാം എന്ന് തീരുമാനിച്ച് രാജാവ് ഉടനെ ത്രാസ് കൊണ്ടുവരാൻ പറഞ്ഞു. ത്രാസ് വന്നു, ഒരു തട്ടിൽ പ്രാവിനെ വെച്ചു, മറ്റേ തട്ടിലേക്ക് തൻ്റെ ദേഹത്തുനിന്ന് മാംസം മുറിച്ചു വെച്ചു. പ്രാവിൻ്റെ തട്ട് താന്നിരിക്കണം. അങ്ങനെ മുറിച്ച് വെക്കുകയും പ്രാവിൻ്റെ തട്ട് ഒരിക്കലും ഉയരണില്ല. രാജാവ് എല്ലും തോലുമായി. അരമനയിലെ ജനങ്ങൾ ആകെ നിലവിളിയായി. ഇതെന്താ അത്? ഇത്രയും രാജാവിൻ്റെ ദേഹത്തെ എല്ലാ ഇറച്ചിയും മുറിച്ചിരിക്കണു, രാജാവ് ഇപ്പം മരിക്കും. ആ നിലയിലാണ്. പെട്ടെന്നാണ് ആകാശത്തുനിന്ന് ഒരു പെരുമ്പറനാദം ഉയർന്നത്. ഇന്ദ്രൻ രാജാവിൽ അമൃതാഭിഷേകം നടത്തി. അതോടെ ശിബി മഹാരാജാവിൻ്റെ ശരീരം പഴയ പോലെയായി. പഴയ പോലെയല്ല, അതിലും വലിയ ഓജസ്സോടുകൂടിയായി. സ്വർഗത്തുനിന്ന് ഒരു വിമാനം വന്നു. ശിവി രാജാവിൻ്റെ ആത്മാവിനെ ആ വിമാനത്തിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. രാജാവ് ഇത്ര വലിയ ധർമ്മനിഷ്ഠനായതുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇന്ദ്രനും ശനീശ്വരനും കൂടി നടത്തിയ നാടകമായിരുന്നു അത്. യുധിഷ്ഠിര, സ്വർഗപ്രാപ്തിയാണ് ആർത്തത്രാണത്തിൻ്റെ ഫലം എന്ന് ഈ കഥയെ കൂടി പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.